പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവജനത്തിനും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ഫെബ്രുവരി മാസം 12-ാം തീയതി ബുധനാഴ്ച. ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം ഏവർക്കും അനുഗ്രഹവും സന്തോഷവും നന്മയും പ്രദാനം ചെയ്യുന്ന ഒരു ധന്യദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 32-ാം വാക്യം. സെയിന്റ് മാത്യു ചാപ്റ്റർ 15 വേഴ്സ് 32 നാം ഇപ്രകാരം വായിക്കുന്നു. എന്നാൽ യേശു തന്റെ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച്, ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോടുകൂടെ പാർക്കുന്നു. അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നും ഇല്ലായകൊണ്ട് അവരെക്കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു. അവരെ പട്ടിണിയായി വിട്ടയക്കുവാൻ മനസ്സുമില്ല. അവർ വഴിയിൽ വെച്ച് തളർന്നു പോയേക്കും എന്ന് പറഞ്ഞു. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിലെ അത്യത്ഭുതമായ ധാരാളം ശുശ്രൂഷകളിൽ 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുകയും 12 കൊട്ട നിറച്ചെടുക്കുകയും ചെയ്ത ധന്യമായ അത്ഭുത ശുശ്രൂഷയുടെ പ്രാരംഭമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ട വാക്യം. ഈ സംഭവം നമ്മുടെ കുഞ്ഞുനാൾ മുതൽ നാം കേട്ട് വളർന്നവരാണ്. ആകയാൽ ആ സംഭവത്തിന്റെ വിശദാംശങ്ങളിലേക്കല്ല ഇന്ന് വാഗ്ദത്ത വചനം നമ്മെ നയിക്കുന്നത്. ഇന്നത്തെ വാക്യത്തിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന ആലോചന അത്യന്തം പ്രാധാന്യമർഹിക്കുന്നതാണ്. യേശു പറയുന്നു, 3 നാളായി ഈ പുരുഷാരം എന്നോട് കൂടെയുണ്ട്. ആരാണ് പുരുഷാരം? എന്താണ് അവരുടെ അവസ്ഥ? ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇതേ അധ്യായം 15-ാം അധ്യായം 29-30 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ടുണ്ട്. യേശു ഗലീലയിലെത്തി മലമുകളിൽ കയറി ധാരാളം പുരുഷാർ, മുടന്തർ, ഊമർ, കൂനർ, വിവിധ രോഗികൾ, ഇവരൊക്കെയായിട്ട് യേശുവിൻ്റെ അടുക്കൽ ആളുകൾ വന്നുകൂടി. അങ്ങനെ യേശു അവരോട് സംസാരിച്ചും അവരുടെ രോഗികളെ സൗഖ്യമാക്കിയും 3 ദിവസമായി. മീറ്റിംഗ് കഴിഞ്ഞ് സൗഖ്യം കിട്ടി ആളുകൾ മടങ്ങാൻ തുടങ്ങുമ്പോൾ യേശു അവരുടെ അവസ്ഥ അറിഞ്ഞ് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറയുകയാണ്, ഇവരുടെ വീടുകളിൽ എത്തിച്ചേരുകയില്ല. കാരണം 3 ദിവസമായി ഭക്ഷണം കഴിക്കാതെ എൻ്റെ പാദപീഠത്തിങ്കിലിരുന്ന് ദൈവവചനം കേൾക്കുകയാണ്. ഇവരെ ഇങ്ങനെ വിടുവാൻ എനിക്ക് കഴിയത്തില്ല. എനിക്കതിന് മനസ്സ് അനുവദിക്കുന്നില്ല. ഇവർ പോയാൽ ഇവരുടെ അവസ്ഥ ഇതാണ്. ഇവർ ഭവനത്തിലെത്താതെ വഴിയിൽ വെച്ച് തളർന്ന് വീണേക്കും. ഈ പുത്തൻ പ്രഭാതത്തിൽ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ വന്നിരുന്ന് ദൈവവചനം കേൾക്കുമ്പോൾ, ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ, പ്രാർത്ഥന കൂടുമ്പോൾ, വചനം ശുശ്രൂഷിക്കുന്ന ദൈവദാസനോ നേതൃത്വം നൽകുന്ന സഭയോ കൂടെ ഇരിക്കുന്നവരോ നമ്മളെ കൊണ്ടുപോയവരോ ഒന്നും നമ്മുടെ ഉള്ള അവസ്ഥ അറിയുന്നില്ല. ശരിയാണ്, അവർ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മളെ കരുതുന്നു, ഒക്കെ ശരിയാണ്. പക്ഷേ നമ്മുടെ ഉള്ളിന്റെ അവസ്ഥയും നാളെ നമുക്ക് അല്ലെങ്കിൽ അടുത്ത നിമിഷത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നും നമ്മൾ ആരും അറിയുന്നില്ല. എന്നാൽ നമ്മളെ പൂർണ്ണമായും കൃത്യമായും നമ്മുടെ ഉള്ള അവസ്ഥയും അടുത്ത നിമിഷത്തിൽ
നാം നേരിടാൻ പോകുന്നത് എന്താണെന്നും വ്യക്തമായും അറിയാവുന്ന ഒരു കർത്താവ് ജീവിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ എന്നെയും നിങ്ങളെയും വേറെ ആർക്കും മനസ്സിലായില്ലെങ്കിലും, ആരും നമ്മളെ ഉൾക്കൊണ്ടില്ലെങ്കിലും, നമ്മളെ വ്യക്തമായും കൃത്യമായും അറിയാവുന്ന ഒരു കർത്താവ് ജീവിക്കുന്നുണ്ട്. നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി മുഴങ്കാലും അടക്കുമ്പോൾ, ആരാധനയിൽ പങ്കുചേരുമ്പോൾ, കൺവെൻഷൻ യോഗങ്ങളോ മറ്റു മീറ്റിങ്ങുകളിലോ ഒക്കെയായി നാം കൂടുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ നീറ്റൽ, സങ്കടം, വേദന, വിഷമം, കുഞ്ഞുങ്ങളെ ഓർത്തുള്ള ഭാരം, അനുദിന ജീവിതത്തിന്റെ വിഷമങ്ങൾ, ഇന്ന് നാം കടന്നു പൊക്കൊണ്ടിരിക്കുന്ന വ്യക്തിപരവും കുടുംബപരവും ഔദ്യോഗികപരമായ നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ വേദനകൾ, സാമ്പത്തിക ബാധ്യതകൾ, നിയമപരമായി നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്ന ചില വിഷയങ്ങൾ, ആരോടും പറഞ്ഞിട്ടില്ലാത്തതും ആർക്കും അറിയാത്തതുമായ നമ്മുടെ വ്യക്തിപരമായ രഹസ്യമായ ചില വിഷയങ്ങൾ, ഇവയെല്ലാം അറിയാവുന്ന ഒരു കർത്താവ് നമ്മളെ കാണുന്നു, അറിയുന്നു. നമ്മളെക്കുറിച്ച് വളരെ കൺസേൺ ഉള്ള ഒരു കർത്താവ് എന്ന് പറഞ്ഞാൽ, നാം വഴിയിൽ വീണു പോകുവാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു കർത്താവ് ജീവിക്കുന്നു. പ്രിയമുള്ളവരെ, ഇത്രത്തോളം കരുതുന്ന മറ്റേത് ദൈവമാണുള്ളത്? ഏത് വ്യക്തിയാണുള്ളത്? അതുകൊണ്ട് ആ ഒരു കർത്താവിനെയാണ് ഞാനും നിങ്ങളും പിൻപറ്റുന്നത്. ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലെന്നോ, നിരാശയില്ലെന്നോ, വിഷമമില്ലെന്നോ, രോഗമോ ദുഃഖമോ പ്രിയപ്പെട്ടവരുടെ വേർപാടോ അല്ലെ കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങളോ ഒന്നും ഇല്ല എന്നല്ല അർത്ഥം. ആ പ്രശ്നങ്ങളുടെ ഒക്കെ മധ്യേയും നമ്മെ പോറ്റി പുലർത്തുന്ന ഒരു ദൈവം. അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് പറയുന്നത്, ഇവരെ എനിക്ക് ഇങ്ങനെ വിടുവാൻ കഴിയുകയില്ല, എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. 3 നാളായി എന്നോടൊപ്പം ഇരിക്കുന്നവരാണ് ഇവർ. വഴിയിൽ തളർന്നു വീണേക്കാം. ഞാനും നിങ്ങളും വീണുപോകുന്ന അനുഭവവും അവസ്ഥയും ഏത് സാഹചര്യമാണെന്നും നമ്മേക്കാ മുന്നമേ അറിയാവുന്ന ഒരു കർത്താവ്. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവജനമേ, ഞാനും നിങ്ങളും ഭാരപ്പെടുകയോ നിരാശപ്പെടുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെക്കുറിച്ച് കൃത്യമായി അറിയാവുന്ന ഒരു ദൈവം, നാം എവിടെ എത്തിച്ചേരും, എവിടെ വരെ എത്തും എന്നുള്ളത് വ്യക്തമായി തിരിച്ചറിവുള്ള ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ കർത്തൃപാദത്തിലേക്ക് ഈ പ്രഭാതത്തിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. നമ്മുടെ സമസ്ത വിഷയങ്ങളെ ഏൽപ്പിക്കാം. നമ്മളെ വ്യക്തമായി അറിഞ്ഞ് നമുക്ക് വേണ്ടി കരുതുവാൻ തക്ക ആളുകളെ പറഞ്ഞ് ഏൽപ്പിക്കുന്ന ഒരു കർത്താവ്. ശിഷ്യന്മാരോട് യേശു പറയാണ്, നിങ്ങൾ വേണം ഇവർക്ക് ഭക്ഷിക്കുവാൻ കൊടുക്കുവാൻ. അങ്ങനെ കർത്താവ് തക്ക ആളുകളെ പറഞ്ഞ് ഏൽപ്പിച്ചു. എന്നാൽ കർത്താവിന് അറിയാം താൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു വലിയ അത്ഭുതം ചെയ്യുവാൻ പോകുന്നു. ഒരു വലിയ വിടുതലയക്കുവാൻ പോകുന്നു. ഒരു വലിയ സൗഖ്യമയക്കുവാൻ പോകുന്നു. ഇന്ന് വരെ ആരും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത വിധത്തിൽ നമ്മുടെ വിഷയത്തിന്മേൽ നീക്കുപോക്ക് നൽകുവാൻ നാം വിശ്വസിക്കുന്ന, നാം ആരാധിക്കുന്ന, നാം പിൻപറ്റുന്ന ഈ കർത്താവ് മതിയായവൻ തന്നെയാണ്. ആകയാൽ ഈ പ്രഭാതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടേതായ ജീവിത പ്രശ്നങ്ങൾ, കുടുംബഭാരങ്ങൾ, ജോലിയുടെ വിഷയങ്ങൾ, നിലനിൽപ്പിന്റെ വിഷയങ്ങൾ, കുഞ്ഞുങ്ങളുടെ ഭാവിയെ ചിന്തിച്ചിട്ടുള്ള ആകുലതകൾ, എന്താണ് നിങ്ങളെ അലട്ടുന്ന പ്രശ്നം? അത് കർത്തൃകരങ്ങളിൽ ഏൽപ്പിക്കുക. കർത്താവേ, അവിടുന്ന് എന്റെ വിഷയം അറിയുന്നു. ഈ വിഷയത്തിന്റെ പരിസമാപ്തി എങ്ങനെ ആയിരിക്കുമെന്നും തമ്പുരാൻ അറിയുന്നു. അതുകൊണ്ട് ഇതിന്മേൽ സകല നീക്കുപോക്കും വിടുതലും നന്മയും അനുഗ്രഹവും അവിടുന്ന് തന്നെ ഏറ്റെടുത്ത് നടത്തിത്തരണം എന്നുള്ള താഴ്മയോടെ ദൈവ സന്നിധിയിലേക്ക് ഈ പ്രഭാതത്തിൽ അടുത്തു വരാം. ആകയാൽ അങ്ങനെ ഒരു ദൈവവചനം ലഭിക്കേണ്ട എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും തമ്പുരാന്റെ കയ്യിൽ നിന്ന് പ്രാപിച്ച് സന്തോഷത്തോടും സ്തോത്രത്തോടും ഒരു ധന്യമായ ക്രിസ്തീയ ജീവിതത്തിന്റെ ഉടമകളായി നാം ഓരോരുത്തരും ആയിരിക്കുന്നിടങ്ങളിൽ ജീവിക്കുവാൻ, പ്രവർത്തിക്കുവാൻ, സാക്ഷിക്കുവാൻ ദൈവകൃപയോടെ അനേകരുടെ മുമ്പാകെ കർത്താവിനെ ഉയർത്തുവാൻ സർവശക്തനായ ദൈവം ഇന്ന് പകലും
നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനും നീതിമാനുമാകുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, തന്റെ അടുക്കൽ വചനം കേൾക്കാനായി വന്നവരെ ക്ഷീണരായി വിടുവാൻ ആഗ്രഹിക്കാതെ, വഴിയിൽ വീണു പോകുവാൻ ആഗ്രഹിക്കാതെ, അവർക്ക് സൗഖ്യവും വിടുതലും ആശ്വാസവും മാത്രമല്ല, അവരുടെ ജീവനും ഭക്തിക്കും വേണ്ടത് നൽകുവാൻ കർത്താവ് അവരെക്കുറിച്ച് വിചാരമുള്ളവനാണെന്ന് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ കൂടെ ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. അപ്പാ, ഞങ്ങളെക്കുറിച്ച് എത്രത്തോളം കരുതലുള്ള ഒരു ദൈവമാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച്, ഞങ്ങളുടെ കുടുംബങ്ങളെക്കുറിച്ച്, ഞങ്ങളുടെ ഭാവിയെക്കുറിച്ച് അടുത്ത നിമിഷത്തിൽ ഞങ്ങൾ അറിയാത്ത, ഞങ്ങൾ ഒരിക്കലും തിരിച്ചറിയാത്ത ഞങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് പോലും വ്യക്തമായി മുന്നമേ അറിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി വഴിയൊരുക്കുന്ന ഒരു കർത്താവിനെ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. പലപ്പോഴും നിരാശയേറുന്ന, ഭാരമേറുന്ന, വേദനയേറുന്ന ജീവിതയാത്രയിൽ അങ്ങയെ മറന്നുപോയത്, അങ്ങയെ വിട്ടുപോയത് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇന്നത്തെ ദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദിനമായി ആ കർത്താവിന്റെ തിരുമാർവിൽ ചാരിക്കൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം. ദൈവവചനം കേട്ട് തങ്ങളെ തന്നെ സമർപ്പിച്ച എല്ലാ തന്നെ മക്കളെയും അനുഗ്രഹിക്കണം. സ്വർഗീയ കൃപകൾ കൊണ്ട് പൊതിയണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ദിനം നമ്മെ കരുതുന്ന, നമ്മെക്കുറിച്ച് വിചാരമുള്ള, അടുത്ത നിമിഷത്തിൽ നമുക്ക് എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് വ്യക്തമായ അറിവുള്ള കർത്താവ് നമ്മുടെ വലങ്കരം പിടിച്ച് നടത്തട്ടെ. ആകയാൽ ഭാരപ്പെടാതെ, വിഷമിക്കാതെ, സ്തോത്രത്തോടെ, ധൈര്യത്തോടെ ഞാൻ പിൻപറ്റുന്ന എൻ്റെ കർത്താവ് ആരാണെന്നുള്ള വ്യക്തമായ ബോധ്യത്തോടെ, പ്രാർത്ഥനയോടെ ഇന്ന് ദിനത്തിലേക്ക് പ്രവേശിക്കാം. നിങ്ങളുടെ യാത്രകൾ, ജീവിതചര്യകൾ, ആവശ്യങ്ങൾ, പ്രാർത്ഥനകൾ സകലവും തമ്പുരാൻ മാനിക്കട്ടെ, ഏറ്റെടുക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഇന്നത്തെ ദിവസം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ദൈവകൃപയോടെയും ജീവിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. അതിനായി നമ്മെ തന്നെ താഴ്ത്തിയേൽപ്പിക്കാം. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.